രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി പീഡനത്തിനിരയായ പെൺകുട്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തിയാണ് യുവതി പരാതി നൽകിയത്. രാഹുൽ ഗർഭധാരണത്തിന് നിർബന്ധിക്കുന്ന ഓഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. എസ് ഷീജ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. ഷീജ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം കൂടിയാണ് പെൺകുട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ സർക്കാരിലും അന്വേഷണത്തിലും വിശ്വാസം രേഖപ്പെടുത്തിയതായുള്ള വിവരങ്ങൾ വന്നിരുന്നു. ഇപ്പോഴിതാ പരാതി കൂടി നൽകുന്നു അല്ലേ? തീർച്ചയായും മസുദ, ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പൂർണ്ണമായും കുരുക്കിലായിരിക്കുകയാണ്. കാരണം ഇത്രയും നാൾ അവർ അവകാശപ്പെട്ടിരുന്നത് ഒരു പരാതി പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുന്നില്ല എന്നുള്ള കാര്യമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസമായിരുന്നു ആ പെൺകുട്ടിയുടെ ഓഡിയോ സംഭാഷണം, ഫോൺ സംഭാഷണം പുറത്തു വന്നതിന്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ആ പെൺകുട്ടിയെ ഫോണിൽ ബന്ധപ്പെടുമ്പോൾ ആ പെൺകുട്ടി പറഞ്ഞത് താൻ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്, പരാതിയുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ആ പെൺകുട്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സെക്രട്ടേറിയറ്റിൽ എത്തിയതും മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ഈ പരാതി ഇപ്പോൾ കൈമാറിയിരിക്കുന്നതും ഈ പരാതിയുമായി ബന്ധപ്പെട്ട് അതിന്റെ തെളിവുകളടക്കം കൈമാറിയിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ആ പെൺകുട്ടി തന്നെ നേരത്തെ വ്യക്തമാക്കിയതും അക്കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഈ ഒരു ബന്ധത്തിൽ താൻ പൂർണ്ണമായും രാഹുലിനെ വിശ്വസിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബന്ധവുമായി താൻ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ ഗർഭം ധരിക്കാൻ വേണ്ടി രാഹുൽ തന്നെ നിർബന്ധിക്കുന്നത്. പക്ഷേ ഗർഭധാരണം നടത്തിക്കഴിഞ്ഞപ്പോൾ അത് അബോർട്ട് ചെയ്യാൻ വേണ്ടി, ഗർഭചിത്രം നടത്തുന്നതിന് വേണ്ടി വലിയ തോതിലുള്ള സമ്മർദ്ദം, അസഭ്യ വർഷമടക്കം ആ പെൺകുട്ടി നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ കൃത്യമായിട്ടുള്ള തെളിവുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വരികയും ചെയ്തു. ഏതായാലും ആ പെൺകുട്ടിയും രാഹുലും തമ്മിൽ നടത്തുന്ന ഫോൺ സംഭാഷണത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ശകലം അത് കഴിഞ്ഞ ദിവസം നമ്മൾ സംപ്രേഷണം ചെയ്തിരുന്നു. അതിൽ കൃത്യമായ രീതിയിൽ ഏത് രീതിയിലാണ് ആ പെൺകുട്ടിയെ മാനസിക സമ്മർദ്ദത്തിലൂടെ ഗർഭചിത്രം നടത്തുന്നതിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നത് എന്നുള്ള കാര്യം അതിൽ നിന്നും വ്യക്തമാണ്. അതോടൊപ്പം തന്നെയാണ് ചാറ്റുകൾ, നിർണായകമായിട്ടുള്ള ആ പെൺകുട്ടിയുമായുള്ള ചാറ്റുകളടക്കം പുറത്തു വന്നൊരു സാഹചര്യം. വളരെ മോശം ഭാഷയിൽ ആ പെൺകുട്ടിയെ അസഭ്യം വിളിക്കുന്നു, അതടക്കമുള്ള കാര്യങ്ങൾ അതിൽ വ്യക്തമാണ്. ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ ആ പെൺകുട്ടി ധൈര്യമായ ഒരു നിലപാടുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. ആ പെൺകുട്ടി പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നു. ആ മുഖ്യമന്ത്രിക്ക് നേരിൽ കണ്ട് തന്നെയാണ് ഇപ്പോൾ പരാതി കൈമാറിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ആ പരാതിയിലുള്ള തുടർ നടപടികൾ ആയിരിക്കും സ്വീകരിക്കുക. സ്വാഭാവികമായും ആ പരാതി മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് എത്തിയിട്ടുള്ള സാഹചര്യത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് തന്നെ പരാതി കൈമാറി അത് കൺസേൺഡ് സ്റ്റേഷനിലേക്ക് കൈമാറിക്കൊണ്ട് അതിൽ തുടർ നടപടി സ്വീകരിക്കുന്നതടക്കമുള്ള നടപടികളും അതിന്റെ ഭാഗമായി തന്നെ, അതിന്റെ തുടർച്ച എന്ന രീതിയിൽ തന്നെ ഉണ്ടാകുന്നതായിരിക്കും. ഏതായാലും ഇത്രയും നാൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്രയും നാൾ കോൺഗ്രസിന്റെ, അതായത് ഇപ്പോൾ ഈ പൂർണ്ണ സംരക്ഷണം രാഹുൽ മാങ്കൂട്ടത്തിന് ഒരുക്കിക്കൊടുത്ത പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാകട്ടെ, അല്ലെങ്കിൽ സണ്ണി ജോസഫ് ആകട്ടെ, KPCC അധ്യക്ഷനാകട്ടെ, ആരാണെങ്കിലും എല്ലാവരും ഒറ്റ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ വിഷയം ശരിയാണെങ്കിൽ എന്തുകൊണ്ട് പരാതി ഒന്നും തന്നെ ആരും നൽകുന്നില്ല, ഒരു പരാതിയും ആരും രംഗത്ത് വരുന്നില്ല എന്നുള്ള കാര്യമാണ് ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ തീർച്ചയായും ഞാൻ ഒരു കാര്യത്തിൽ കൂടി ഷീജ നോക്കൂ, കഴിഞ്ഞ ദിവസം മുതിർന്ന നേതാക്കളടക്കം പറഞ്ഞത് പരാതി കൊടുക്കട്ടെ, സർക്കാർ നടപടി സ്വീകരിക്കട്ടെ, പോലീസ് നടപടി സ്വീകരിക്കട്ടെ, അപ്പോൾ കോൺഗ്രസ് കൂടുതൽ നടപടി സ്വീകരിക്കാമെന്ന നിലയിലായിരുന്നു. ഇനിയിപ്പോൾ അത്തരം വാദങ്ങളൊന്നും കോൺഗ്രസ് നേതാക്കൾക്ക് പറയാൻ സാധിക്കില്ല എന്നത് മാത്രമല്ല ഷീജ, ഈ പുറത്തു വന്ന തെളിവുകൾ തന്നെ എത്രമാത്രം ഞെട്ടിക്കുന്നതാണെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരം ചാറ്റുകൾ, മറ്റു ഓഡിയോകളൊക്കെ പൂർണ്ണമായും ആ പെൺകുട്ടിയുടെ പക്കൽ ഉണ്ടായിരിക്കണം. അങ്ങനെ പൂർണ്ണമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പരാതി എന്ന് പറയുമ്പോൾ കൂടുതൽ കുരുക്കിലേക്ക്, ഒരു നിലയിലും രക്ഷപ്പെടാൻ കഴിയാത്ത, ഒരു രാഷ്ട്രീയവാദങ്ങളും ഉന്നയിക്കാൻ കഴിയാത്ത കുരുക്കിലേക്ക് രാഹുൽ മാറുന്നു എന്നതുകൂടി ഉണ്ടാകുമല്ലേ? തീർച്ചയായും മസുദ, അതിൽ ഒരു തരത്തിലുള്ള സംശയമില്ല. കാരണം ആ പെൺകുട്ടിയുടെ പക്കൽ കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട്, സയന്റിഫിക്കൽ എവിഡൻസ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ആ പെൺകുട്ടിയുമായി രാഹുൽ നടത്തിയ ചാറ്റിന്റെ വിശദാംശങ്ങൾ അത് കൃത്യമായ രീതിയിൽ ആ പെൺകുട്ടിയുടെ കൈവശം തന്നെയുണ്ട്. അതോടൊപ്പം തന്നെയാണ് ടെലിഫോൺ സംഭാഷണത്തിലാണ് ഏറ്റവും കൂടുതൽ ആ പെൺകുട്ടി മാനസിക സമ്മർദ്ദത്തിനിടയായി എന്നുള്ളത് വ്യക്തമാകുന്നത്. കാരണം അത്രത്തോളം വലിയ മാനസിക സമ്മർദ്ദത്തിലൂടെ ആ പെൺകുട്ടി കടന്നു പോകാൻ കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറെ നിർബന്ധിക്കുന്നു. അതായത് ആദ്യം പുറത്തു വന്നിരുന്നത് ഗർഭചിത്രം നടത്തുന്നതിന് വേണ്ടി നിർബന്ധിക്കുന്നതിന്റെ ഫോൺ സംഭാഷണമായിരുന്നു എങ്കിൽ പിന്നീട് കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്ന ആ ഫോൺ സംഭാഷണത്തിൽ ഉണ്ടായിരുന്നത് ആ പെൺകുട്ടിയെ ഗർഭം ധരിക്കുന്നതിന് വേണ്ടി നിർബന്ധിക്കുന്നു, അതിനുശേഷം വീണ്ടും ഗർഭചിത്രം നടത്തുന്നതിന് വേണ്ടി നിർബന്ധിക്കുന്നു. ഇതിനൊന്നും വഴങ്ങുന്നില്ല എന്ന് കാണുമ്പോൾ വലിയ തോതിൽ അസഭ്യവർഷം നടത്തുന്നു. ഇതൊക്കെയാണ് രാഹുലിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. ഈ സംസാരിക്കുന്ന തെളിവുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ നിലനിൽക്കുമ്പോഴും പക്ഷേ കോൺഗ്രസ് നേതാക്കളാകട്ടെ പൂർണ്ണമായും രാഹുലിന് സംരക്ഷണ വലയം ഒരുക്കി
മുന്നോട്ട് പോകുന്ന ഒരു നിലപാട് മാത്രമാണ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അത് പ്രതിപക്ഷ നേതാവാകട്ടെ അല്ലെങ്കിൽ KPCC അധ്യക്ഷനാകട്ടെ ആരുടെ ഭാഗത്ത് നിന്നും ആ രീതിയിലുള്ള നിലപാട് മാത്രമായിരുന്നു. രാഹുലിനെതിരെ ഇത്തരത്തിലുള്ള ഓഡിയോ സംഭാഷണം അടക്കം പുറത്തു വരുമ്പോൾ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ അത്രത്തോളം ദുരിതപരമായ സമയത്തിലൂടെ കടന്നു പോകുമ്പോൾ രാഹുൽ ആകട്ടെ പാലക്കാട് എത്തി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉൾപ്പെടെ ഒരു തരത്തിലുള്ള കൂസലുമില്ലാതെ ഇറങ്ങി നടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചത്. അത് കോൺഗ്രസ് നേതാക്കൾ നൽകിയിട്ടുള്ള പച്ചക്കൊടിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത് സംഭവിച്ചത്. പക്ഷേ ഇപ്പോൾ ഏതായാലും രാഹുലിന്റെ കുരുക്ക് മുറുകുന്നു എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. ഇനിയിപ്പോൾ ഇതിന്റെ നിയമ നടപടികളിലേക്ക് കൂടി സർക്കാർ പോകുമ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടാൻ രാഹുലിന് സാധിക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇവിടെ വ്യക്തമാകുന്നത്. കാരണം മുഖ്യമന്ത്രിക്ക് നേരിട്ടെത്തി തന്നെയാണ് ആ പെൺകുട്ടി ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. തെളിവുകൾ സഹിതം കൈമാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങളെ കാണുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പ്രതികരണത്തിൽ ആവർത്തിച്ചൊരു വാചകം ഇതായിരുന്നു: ഈ രാജ്യത്തെ നിയമത്തിനെതിരായി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ആ വാചകം ആവർത്തിക്കുന്നുണ്ടായിരുന്നു. അതായത് രാഹുൽ അനുകൂലികളും ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധം എന്ന വാദത്തിൽ ഉറച്ച ആ പോയിന്റിനെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഗർഭചിത്രത്തിനടക്കം നിർബന്ധിക്കുക എന്നുള്ളത് ഈ രാജ്യത്തെ നിയമത്തിന് അത് എത്രമേൽ നിയമവിരുദ്ധമാണ് എന്നുള്ളത് അറിയാതെ ആകില്ല ഇക്കൂട്ടർ അത് പറഞ്ഞത്. പക്ഷേ ഏതെങ്കിലും നിലയിൽ ഒരു പുകമറ സൃഷ്ടിക്കുക എന്നുള്ളതായിരിക്കണം ഉദ്ദേശിച്ചിട്ടുണ്ടാകുക. ഇപ്പോൾ ഇക്കാര്യം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയല്ലേ ഈ പരാതി? ഗർഭചിത്രത്തിന് നിർബന്ധിച്ചതടക്കം വിവാഹ വാഗ്ദാനം നൽകി ഈ നിലയിൽ ആ പെൺകുട്ടിയെ ചൂഷണം ചെയ്തതടക്കമുള്ള കാര്യങ്ങളാണോ പരാതിയിൽ പറയുന്നത്? ഏതായാലും പരാതിയുടെ കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനകം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോഴേതായാലും ആ പെൺകുട്ടി പരാതി നൽകിയിരിക്കുന്നു. രാഹുലിനെതിരെ തന്നെയാണ് ആ പരാതി നൽകിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്നത് പോലെ രാഹുലും രാഹുലിന്റെ സംരക്ഷിക്കുന്നവരും കരുതിയിരുന്നത് ഒരു ഘട്ടത്തിലും ഒരു പരാതി രംഗത്ത് വരില്ല എന്നുള്ളതായിരുന്നു. അതിന് പ്രധാന കാരണം അതിന്റെ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു ഇത്രയും നാൾ അവർ ആ രീതിയിലുള്ള പ്രതികരണങ്ങളും നടത്തിപ്പോകുന്നത്. കാരണം ഈ പെൺകുട്ടി ആദ്യഘട്ടത്തിൽ പരാതി നൽകാൻ തുനിഞ്ഞപ്പോൾ വലിയ തോതിലുള്ള ഭീഷണിയും സമ്മർദ്ദവും ഒക്കെ ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നു. ആ പെൺകുട്ടി പരാതി നൽകേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. പക്ഷേ അതിനുശേഷവും വലിയ തോതിലുള്ള ഭീഷണി ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നു. ഒപ്പം തന്നെ കടുത്ത മാനസിക സമ്മർദ്ദമടക്കം ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നു. അതേ തുടർന്നാണ് ജീവിക്കാനും മുന്നോട്ട് പോകാനും ജീവിതത്തിൽ മുന്നോട്ട് പോകാനും കഴിയാതെ വന്ന ഒരു സാഹചര്യത്തിൽ ആ പെൺകുട്ടി സധൈര്യം ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്, പരാതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിൽ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്നതടക്കം വിഷയങ്ങൾ ഈ പരാതിയിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പൂർണ്ണമായ പരാതിയുടെ രൂപം അത് അല്പസമയത്തിനകം തന്നെ നൽകാൻ സാധിക്കുന്നതായിരിക്കും. ഏതായാലും ഈ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി ഏതായാലും നേരിട്ടെത്തി നൽകിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഏറ്റവും പ്രസക്തം. എത്രയും പെട്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിലേക്ക്, നിയമത്തിന്റെ മുന്നിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വരികയും മറുപടി പറയുകയും ചെയ്യേണ്ടി വരും അല്ലേ ഷീജ? സ്വാഭാവികമായും ഈ പരാതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് നൽകിയതാണ്. വളരെ വേഗം അത് ബന്ധപ്പെട്ട ഇടങ്ങളിലേക്ക് കൈമാറും. അപ്പോൾ തന്നെ എത്രയും വേഗം രാഹുലിൽ നിന്നും വിവരങ്ങൾ തേടുക, ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുക എന്നത് തന്നെയാകും അടുത്ത നടപടി. അപ്പോൾ ആ നിലയിൽ തന്നെയാകും കാര്യങ്ങളല്ലേ? തീർച്ചയായും സ്വാഭാവികമായും ആ രീതിയിൽ തന്നെയായിരിക്കും അതിന്റെ തുടർ നടപടികൾ ഉണ്ടാവുക അസിത. കാരണം മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്ന ഒരു പരാതി മുഖ്യമന്ത്രി അത് സ്വാഭാവികമായും പോലീസിന് കൈമാറുന്നതായിരിക്കും. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഗുരുതര സ്വഭാവമുള്ള പരാതിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ ഉള്ളൊരു നിർദ്ദേശം ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല. ആ പരാതി അതിൽ അടിയന്തര നടപടി എന്ന രീതിയിൽ തുടർ നടപടികൾ സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരും. അതടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്രയും വേഗത്തിൽ തന്നെ കാര്യങ്ങൾ നീങ്ങും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അത്രത്തോളം ഗുരുതരമായിട്ടുള്ള കുറ്റമാണ് രാഹുൽ മാങ്കൂട്ടം ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ ആ പെൺകുട്ടിയുടെ കൈവശം തന്നെ ഉണ്ട് എന്നുള്ളതും അത് പൊതുസമൂഹത്തിന് മുന്നിലടക്കം ഇതിനകം വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഏറെ പ്രസക്തമാണ്. ഈ കൈവശമുള്ള തെളിവുകൾ പൂർണ്ണമായും പോലീസിന് കൈമാറാൻ താൻ തയ്യാറാണ് എന്നുള്ള കാര്യവും ആ പെൺകുട്ടി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പരാതിയിൽ അടിയന്തരമായി തുടർ നടപടികളിലേക്ക് കൂടി സർക്കാർ കടക്കും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. കാരണം അത്രത്തോളം ഗുരുതര സ്വഭാവമുള്ള പരാതി തന്നെയാണ് ആ പെൺകുട്ടിയുടേത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയമില്ല സിത. ഈ സ്ത്രീകളുടെ പെൺകുട്ടികളുടെ ഒക്കെ ദൈന്യതയെ മുതലെടുക്കുന്ന ഇക്കൂട്ടർക്കുള്ളൊരു മറുപടി കൂടിയാണ് ഷീജ തന്നെ മുൻപ് പറഞ്ഞതുപോലെ പരാതി നൽകില്ല ഒരുപക്ഷെ ഈ പെൺകുട്ടി എന്നൊരു വിശ്വാസം ഇവർക്ക് ഉണ്ടായിരുന്നിരിക്കണം. കാരണം പൊതുസമൂഹത്തിൽ ഇനിയും ജീവിക്കേണ്ട ആളാണ്. അപ്പോൾ ആ നിലയിൽ അദ്ദേഹത്തിന്റെ ആ കുട്ടിയുടെ ഐഡന്റിറ്റി ഉൾപ്പെടെ പുറത്തു വരുന്ന സാഹചര്യങ്ങളെ അവർ ഭയക്കുന്നുണ്ടാകണം. അതുകൊണ്ടായിരിക്കണം ഇത്ര നാൾ ഈ ഭീഷണികൾക്കൊക്കെ വഴങ്ങുകയും ചെയ്തത്. അപ്പോൾ പരാതിയുമായി വന്നാൽ ഐഡന്റിറ്റി ഉൾപ്പെടെ പുറത്താകുമോ എന്നുള്ള പേടിയിൽ പരാതിയിലേക്ക് പോകില്ല എന്നുള്ള ഇക്കൂട്ടരുടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലുള്ള ഒരുപാട് ആളുകളുടെ ഉറപ്പിന്മേൽ കൂടിയാണ് ആ പെൺകുട്ടി ധൈര്യപൂർവ്വം പരാതിയുമായി വരുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിൽ ചൂഷണം നേരിട്ടിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന നടപടി കൂടിയായി ഇത് മാറും അല്ലേ ഷീജ?
തീർച്ചയായും ഒരു തരത്തിലുള്ള സംശയവുമില്ല സുധ. കാരണം പലരുടെയും ഒരു വിശ്വാസമാണ് ഇത്തരത്തിൽ പെൺകുട്ടികളെ ചതിച്ച് വലിയ തോതിൽ ഈ വിഷയത്തിൽ നിന്നും രക്ഷപ്പെട്ട് മുന്നോട്ട് പോകാം എന്നുള്ളത്. കാരണം പൊതുസമൂഹത്തിൽ ഇത്തരത്തിലൊരു പരാതി നൽകുമ്പോൾ ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി പുറത്തു വരികയാണെങ്കിൽ വലിയ തോതിൽ പൊതുസമൂഹത്തിന് മുന്നിൽ ചോദ്യങ്ങൾ ഉയരുന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെ കടന്നു പോകേണ്ടി വരും. അതുകൊണ്ട് ആരും പരാതി നൽകാൻ തയ്യാറാകില്ല എന്നുള്ളത് ഇത്തരക്കാരുടെ ചിലരുടെ മിഥ്യാധാരണയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇതിൽ സധൈര്യം പരാതിയുമായി രംഗത്ത് വരാൻ ആ പെൺകുട്ടി തയ്യാറായി എന്നുള്ളത് തന്നെയാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. കാരണം ആ പെൺകുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ തുടർ നിയമ നടപടികൾ ഇതിൽ ഉണ്ടാകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. കാരണം അത്രത്തോളം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അത്രത്തോളം ഗുരുതര സ്വഭാവമുള്ള പരാതിയാണ്, ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വാഭാവികമായും ഇതിന്റെ തുടർ നടപടി എന്ന രീതിയിൽ മുഖ്യമന്ത്രി സ്വാഭാവികമായി ഈ പരാതി പോലീസിന് കൈമാറും. അതിൽ അടിയന്തരമായിട്ടുള്ള തുടർ നടപടികൾ ഉണ്ടാകുന്നതായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. അത് വലിയ തോതിൽ രാഹുലിനെ ഇതിനകം തന്നെ കുരുക്കിലാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത്. ഈ പരാതി അല്ലെങ്കിൽ ഈ പെൺകുട്ടിയും രാഹുലും തമ്മിലുള്ള ഓഡിയോ സംഭാഷണം, ഫോൺ സംഭാഷണം പുറത്തു വന്നപ്പോൾ തന്നെ ഇതിലെ കുറ്റകൃത്യത്തിന്റെ ഗൗരവ സ്വഭാവം പൊതുസമൂഹത്തിന് മനസ്സിലായതാണ്. അതിൽ കൃത്യമായിട്ടുള്ള ചാറ്റ് വിവരങ്ങൾ അടക്കമുണ്ട്. ആ ചാറ്റ് വിവരത്തിൽ അടക്കം എല്ലാ കാര്യങ്ങൾ സംസാരിച്ച് തന്നെയാണ് അവർ മുന്നോട്ട് പോയിട്ടുള്ളത്. അതിൽ ഏത് രീതിയിൽ ആ പെൺകുട്ടി കടുത്ത മാനസിക സമ്മർദ്ദം നേരിടേണ്ടി വന്നു എന്നതടക്കമുള്ള കാര്യം ആ പെൺകുട്ടി കരയുന്ന ശബ്ദത്തിലായിരുന്നു ആ ഫോൺ സംഭാഷണത്തിൽ പറയുന്നുണ്ടായിരുന്നത്. അത്രത്തോളം വലിയ മാനസിക സംഘർഷത്തിലൂടെയാണ് ആ പെൺകുട്ടി കടന്നുപോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ പിന്നാലെയാണ് ഇതിന് ഇടയിൽ വെച്ച് രാഹുലും സംഘവും ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നതടക്കമുള്ള നടപടികൾ തുടരുന്നൊരു ഘട്ടമുണ്ടായിരുന്നു. അപ്പോൾ പരാതിയൊന്നും നൽകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിൽ ആയിരുന്നു ആ പെൺകുട്ടി ഉണ്ടായിരുന്നത്. പക്ഷേ തുടർന്നും ജീവിക്കാൻ അനുവദിക്കാത്ത തരത്തിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണിയൊക്കെ തുടർന്നൊരു പശ്ചാത്തലത്തിലാണ് പരാതിയുമായി മുന്നോട്ട് പോകാൻ ആ പെൺകുട്ടി തയ്യാറായതും ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്.